കോൺട്രാക്ട് മാരേജ് ഭാഗം 56 റൈറ്റൻ ബൈ റോസ്. ദിവസങ്ങൾ ആഴ്ചകളായി കടന്നുപോയി. ഭദ്രയ്ക്കിപ്പോൾ ഒരുവിധം പിടിച്ചു നടക്കാം. അവളെ താങ്ങി നിർത്താനും തണലായി അവൾക്കിടവും വലവും ശിവനുണ്ട്. അങ്ങനെയൊരു കരുതലുള്ളതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നു തുടങ്ങി. ഒരാളുടെ സഹായമില്ലാതെ നടക്കാറായിട്ടില്ല. വയറിലിപ്പോഴും നടക്കുമ്പോൾ ചെറിയ വേദനയുണ്ട്. മുറിവ് പുറമെ നന്നായി കരിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളിൽ കരിഞ്ഞാൽ മതി. ആരുടെയും സഹായമില്ലാതെ എത്രയും വേഗം തന്നെ നടന്നു തുടങ്ങണമെന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. മറ്റൊരു രീതിയിലുമുള്ള വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഈ ഇരിപ്പും കിടപ്പും അവൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നിയിരുന്നു. അവളൊന്ന് ഓക്കെയാകും വരെ അവളെ ഒരു രീതിയിലും ശല്യം ചെയ്യേണ്ടെന്ന് കരുതി ശിവൻ്റെ അച്ഛൻ അവളോട് ഒന്നും ചോദിക്കാനോ പറയാനോ പോയില്ല. ചന്ദ്രിക തന്നെയാണ് അയാളങ്ങനെ പറഞ്ഞതും. ഭദ്രയ്ക്കും അച്ഛനും പരസ്പരം ഇപ്പോൾ അറിയാം പിണക്കമൊന്നുമില്ലെന്ന്. ഇത്രയും മതിയായിരുന്നു അയാൾക്ക് സമാധാനിക്കാൻ. അവരുടെ റൂമിലേക്ക് കയറി അവളെ ഈ നിമിഷം വരെ കാണാൻ ചെന്നില്ലെങ്കിലും അവൾക്ക് വേണ്ടതൊക്കെ ആരോടും പറയാതെ ചോദിക്കാതെ അയാൾ ചന്ദ്രിക വഴി എത്തിച്ചു കൊടുക്കും. ശിവൻ ഇതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടാൻ പോയില്ല. അയാളുടെ മാറ്റം ഉള്ളിൽ അവനിലും സന്തോഷം നിറച്ചു. എല്ലാവരുടെയും സമ്മതത്തോടെ ഭദ്രയെ സ്വന്തമാക്കാൻ അല്ലേ താനും ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ. ഭദ്രയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് താൻ അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടുന്നത്. മാറില്ലെന്ന് കരുതി അച്ഛൻ പോലും ഇപ്പോൾ മാറിയിരിക്കുന്നു. വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നുന്ന കാര്യമാണെങ്കിലും സത്യം അതാണല്ലോ. ശിവനിപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രം ഓഫീസിൽ പോയിട്ട് ബാക്കി സമയം അവൾക്കൊപ്പമാണ്. ആരൊക്കെ അവൾക്കൊപ്പമുണ്ടെങ്കിലും ഞാൻ തന്നെ വേണമെന്ന് അവന് നിർബന്ധമാണ്. അവൾക്കും അവൻ അടുത്തുള്ളതാണ് ഏറ്റവും ഇഷ്ടം. അവൻ്റെ സാമീപ്യത്തിൽ എല്ലാ വേദനകളും പ്രയാസങ്ങളും അവൾ മറന്നു പോകും. ഇതുവരെ ശിവൻ തനിക്കെതിരെ തിരിയാത്തതിൽ ആശ്വസിച്ചിരിക്കുകയാണ് രാജീവ്. അവന് യാതൊരു സംശയവുമില്ലാത്തത് കൊണ്ടാണ് അവനൊന്നും ചെയ്യാതെ അടങ്ങി നിൽക്കുന്നതെന്ന് വെറുതെയെങ്കിലും അവർ കരുതുന്നത്. പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. ശിവന് എല്ലാത്തിനും വ്യക്തമായ പ്ലാനുണ്ട്. അതുപോലെ മാത്രമേ അവൻ ഓരോന്ന് ചെയ്യും. ഇപ്പോഴും അവൻ ഇങ്ങനെ മൗനമായി ഇരിക്കുന്നതിന് പിന്നിലും അതുപോലെ എന്തെങ്കിലും ഉണ്ടാവും. അവൻ്റെ മനസ്സിൽ മാത്രം ഇരിക്കുന്നത്. എന്നാ പിടിക്ക്. വെറുതെ ഉറങ്ങുന്ന പോലെ കിടക്കുന്നവളുടെ അടുത്തേക്ക് കാറ്റ് പോലെ ഒരു രൂപം വന്ന് അടുത്തിരുന്നതും ഭദ്ര ഞെട്ടലോടെ കണ്ണു തുറന്നു. പേടിച്ചു പോയല്ലോ. എന്തിന്? ഞാനല്ലാതെ ആരാ ഇങ്ങനെ വരുന്നേ? അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയാണ് അവൻ സംസാരിക്കുന്നത്. ഇത്രയും ദിവസം കാണാത്തൊരു പ്രത്യേകത അവൻ്റെ നോട്ടത്തിലുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് കുറച്ച് കളർ കൂടിയിട്ടുണ്ട്. അല്ലെങ്കിലും എനിക്ക് നിറമൊക്കെയുണ്ട്. പിന്നെ നിങ്ങളുടെ അത്ര കളറില്ലെന്നേ ഉള്ളൂ. അത് ഭദ്ര പറയുന്നത് ശരിയാണ്. ഭദ്രയേക്കാൾ നിറം ശിവനാണുള്ളത്. ഭദ്രയ്ക്ക് അവനെ വെച്ച് നോക്കുമ്പോൾ നിറം കുറവാണ്. എന്നാൽ അവൾ നല്ല വെളുത്തതുമാണ്. ഇതൊക്കെ പാരമ്പര്യമായി കിട്ടിയതാ. എന്തു ചെയ്യാൻ? അവനൊരു പ്രത്യേക താളത്തിൽ പറയുന്നത് കേട്ട് അവൾ അവനെ നോക്കി പല്ല് കടിച്ചു. അത് വിട്. ഇനി അതിൻ്റെ പേരിൽ പിണങ്ങണ്ട. ഇത് കണ്ടോ നീ? അവളുടെ കയ്യിലേക്ക് കുറച്ച് ബുക്സ് വെച്ച് കൊടുത്തവൻ. അവൾ 2 ദിവസം മുന്നേ അവനോട് പറഞ്ഞേൽപ്പിച്ചതാണ് വായിക്കാൻ 1-2 ബുക്കിൻ്റെ കാര്യം. അവന് സമയം കിട്ടുന്നത് പോലെ വാങ്ങിയാൽ മതിയെന്നും അവൾ പറഞ്ഞിരുന്നു. അവൾ പറഞ്ഞത് വിട്ടത് കൂടാതെ 1-2 അവനും കൂടി വാങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയുകയുമില്ല. ശിവൻ അടുത്തുള്ളപ്പോൾ ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് പോലും കിട്ടാറില്ല. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയും കുസൃതി പറഞ്ഞുമൊക്കെ അടുത്ത് തന്നെ ഉണ്ടാവും. അവളെപ്പോലെ തന്നെ അവനും അതിശയമാണ് ഇങ്ങനെയൊരു മനുഷ്യൻ കൂടി തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്ന്. അവൾക്ക് വേണ്ടി അവൻ മാറിയതോ അതോ തനിക്കുള്ളിലെ മറ്റൊരു ശിവൻ അവളുടെ വരവോടെ പുറത്തു വന്നതാണെന്നും അറിയില്ല. എന്താണേലും ഭദ്ര ഹാപ്പിയാണ് അവനുള്ളപ്പോൾ. കിട്ടിയ ബുക്കെല്ലാം വെറുതെ ഒന്ന് നോക്കിയിട്ട് ബെഡിന് സൈഡിലേക്ക് തന്നെ വെച്ചു. സമയമുള്ളപ്പോൾ ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാതെ പതിയെ വായിച്ചാൽ മതി. അല്ലേൽ തലയും കണ്ണുമൊക്കെ വേദനിക്കും. അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടി. ഭദ്രയുടെ സ്വഭാവം വെച്ച് ഒരു ബുക്ക് കിട്ടിയാൽ അത് മുഴുവൻ വായിച്ചു തീർക്കാതെ അവൾക്കൊരു സമാധാനമില്ല. അവളുടെ ആ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ശിവൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. കഴിക്കണ്ടേ നമുക്ക്? അമ്മ പറഞ്ഞു ഞാൻ വന്നിട്ടേ കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഭദ്രേ, എനിക്ക് വേണ്ടി കാത്തിരുന്ന് വിശപ്പ് സഹിക്കരുതെന്ന്? എനിക്ക് വിശന്നില്ല ശിവേട്ട. കുറച്ച് മുന്നേ അമ്മ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടു തന്നത്. അതെല്ലാം കഴിച്ചപ്പോൾ വിശപ്പൊക്കെ പോയി. അമ്മ വിളിച്ചപ്പോൾ പിന്നെ ചോറുണ്ണാനും തോന്നിയില്ല. ശിവേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. ഇപ്പോഴും തെളിയാതെ വീർത്ത് കെട്ടിയിരിക്കുന്നവൻ്റെ നെഞ്ചിൽ പതിയെ ചുരുണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ പെണ്ണേ വേണ്ട. അവൻ്റെ സംസാരത്തിൻ്റെ രീതി മാറുന്നത് കണ്ട് നാണത്തോടെ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ നിന്ന് കൈയെടുത്തവൾ. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കാൻ ചില നേരം വല്ലാത്തൊരു മടി തോന്നും. കാണുന്നത് പോലെയല്ല. സ്നേഹിച്ചു തുടങ്ങിയാൽ മറ്റൊരാളാണ് ശിവൻ. താഴേക്ക് പോകാം.
അവൻ്റെ കൈ തുടയിൽ അമർന്നതും ഭദ്ര പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഷർട്ടൊന്ന് മാറട്ടെ. ചുണ്ടിലൂറിയ ചിരിയോടെ അവൻ പറഞ്ഞിട്ട് അവളിൽ നിന്ന് അകന്നു മാറി എണീറ്റു. എപ്പോഴും ഇതൊന്നും നടക്കില്ല കേട്ടോ പെണ്ണെ. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായിട്ടും ഭദ്ര പെട്ടെന്ന് ചോദിച്ചു, എന്ത് നടക്കില്ലെന്നാ? അത് ഞാൻ പറയണോ? അയ്യോ വേണ്ടേ, പെട്ടെന്ന് ഷർട്ട് മാറി വാ, പോകാം. അവൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ ഓടേണ്ടി വരും. കാണുന്ന പോലെയല്ല ആള് സംസാരിക്കാൻ തുടങ്ങിയാൽ. പോകാം. അവളുടെ കയ്യിൽ പിടിച്ച് രണ്ടാളും കൂടി മുറുക്കി പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെയും നടക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു. ഉള്ളിലെ മുറിവ് കരിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് ദിവസം കൂടി കഴിയണം പൂർണ്ണമായും മാറി എണീക്കാൻ. അതിനുള്ള കാത്തിരിപ്പിലാണ് അവനും. അവൾ പൂർണ്ണമായ സുഖം പ്രാപിച്ചിട്ട് വേണം ചില കണക്കുകൾ ഓരോന്നായി പറഞ്ഞും ചെയ്തും തീർക്കാൻ, അതും അവളുടെ സാമീപ്യത്തിൽ തന്നെ. കഴിക്കാൻ വേണ്ടിയിരുന്നതും ശിവൻ്റെ അച്ഛനും അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. തന്നെ കണ്ടാൽ ഈ വഴിക്ക് വരാത്ത ആളാണിപ്പോൾ താൻ ഇവിടെ ഉണ്ടെന്നറിയുമ്പോൾ ഓടി വരുന്നതും. ഭദ്രയും അച്ഛനും മുഖത്തോട് മുഖം നോക്കിയ നിമിഷം അയാളൊന്ന് പുഞ്ചിരിച്ചു. തിരികെ അവളും. ഇപ്പോൾ ഇതൊരു പതിവ് കാഴ്ചയാണ്. ഒന്നും ചോദിക്കാറില്ലെങ്കിലും രണ്ടാളും തമ്മിൽ ശത്രുത ഒന്നുമില്ലെന്നറിയിക്കാനായി കാണുമ്പോൾ അങ്ങനെയാണ്. ചന്ദ്രികയും ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞൊരു സമാധാനത്തോടെ നിൽക്കും. എങ്ങനെയായിരുന്നു രണ്ടുപേരും, എന്നിട്ടിപ്പോൾ കണ്ടില്ലേ? താനും തുടക്കത്തിൽ ഭദ്രയോട് ശത്രുത കാട്ടിയെങ്കിലും പതിയെ അവളിലേക്ക് അടുക്കാനും സ്നേഹിച്ചു തുടങ്ങാനും ശ്രമിച്ചു. അല്ലെങ്കിലും ശിവൻ ലോകത്തെ ഏത് പെണ്ണിനെ കൊണ്ടുവന്നാലും അവളെ അംഗീകരിക്കാതെ മാറ്റി നിർത്താൻ അധികം നാളൊന്നും തനിക്ക് കഴിയില്ലായിരുന്നു. അവൻ്റെ ഇഷ്ടത്തേക്കാൾ വലുതല്ല മറ്റൊന്നും തനിക്ക്. അവൻ്റെ തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകാറില്ലെന്നുള്ള വിശ്വാസം കൂടിയുള്ള അമ്മയായിരുന്നു താൻ. അച്ഛനും മക്കളും എല്ലാം കഴിക്കാനിരുന്നതോടെ കല്യാണിയുടെ കയ്യിൽ നിന്ന് അവർക്ക് കഴിക്കാനുള്ളതെല്ലാം മേശപ്പുറത്തേക്ക് വെച്ച് ചന്ദ്രിക. ഇപ്പോൾ ചന്ദ്രികയാണ് അവർക്കെല്ലാം വേണ്ടത് വിളമ്പിക്കൊടുക്കുന്നത്. ഇപ്പോഴാണ് ശരിക്കും ഇതൊരു വലിയ കുടുംബമായി മാറിയതെന്ന് അവർക്ക് തോന്നി. അച്ചമ്മ നേരത്തെ കഴിച്ചിട്ടിരിക്കും. മോൾക്ക് കുറച്ചുകൂടി മോരൊഴിക്കട്ടെ? വേണ്ടമ്മേ, മതി, ഗ്യാസ് കയറും. ഭദ്രയ്ക്ക് ഏറ്റവും ഇഷ്ടം മോര് ചോറിലൊഴിച്ച് കഴിക്കാനാണ്. കുറച്ച് നാളായി അവരുടെ ഭക്ഷണകാര്യത്തിൽ ചന്ദ്രിക ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവർക്ക് മനസ്സിലായതാണ് ആ കാര്യം. ഭദ്രയ്ക്ക് വീട്ടിൽ ഇങ്ങനെ ഒരേ ഇരിപ്പും കിടപ്പുമായതുകൊണ്ട് തന്നെ ഗ്യാസ് പ്രശ്നം കുറച്ച് കൂടുതലാണ്. ചില പുളിയുള്ള മോരുകറിയൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച്. അതിനുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ഒഴിവാക്കാനുള്ള ഭക്ഷണം കൂടി ഒഴിവാക്കിയാലല്ലേ പൂർണ്ണമായും കുറയും. ശിവൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവളുടെ താല്പര്യം കൂടി നോക്കും. അവളെ മാനസികമായി ഒരു രീതിയിലും വേദനിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. സങ്കടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അമ്മയും ഇരിക്ക്, ഇപ്പം ഇരിക്കാം മോളെ, കഴിക്ക്. ചന്ദ്രയ്ക്ക് ഭദ്രയിൽ നിന്നുള്ള ഇത്തരം പരിഗണനകൾ വല്ലാത്ത സന്തോഷമാണ് കൊടുക്കുന്നത്. അവൾ എന്തു ചെയ്യുമ്പോഴും നമ്മളെ കൂടി കരുതും, നമ്മളോട് കൂടി പറയും. അതവളെ വളർത്തിയ ഗുണം തന്നെയാണ്. ആരെയും അധികം വേദനിപ്പിക്കാതെ ചേർത്ത് നിർത്താനുള്ള കഴിവ് അവൾക്കുണ്ട്. ശിവൻ്റെ അച്ഛൻ പറഞ്ഞ് ഭദ്രയുടെ പാസ്റ്റ് എല്ലാം ചന്ദ്രയ്ക്കറിയാം. ഒന്നും ചോദിച്ചില്ലെങ്കിലും അതൊക്കെ അറിഞ്ഞതോടെ ഇനി താനാണ് അവൾക്ക് അമ്മയെന്ന ചിന്ത ചന്ദ്രികയെ ഭദ്രയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവൾക്കൊരമ്മയുടെ സ്നേഹവും കരുതലും താനായി മാറണമെന്നുള്ള ചിന്ത അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതിനേക്കാൾ അവർക്കൊരു പെൺകുഞ്ഞില്ലാതെ പോയതിൻ്റെ വേദന ഭദ്രയിലൂടെ മാറി തുടങ്ങിയിരുന്നു. ശിവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവർക്കൊരു പെൺകുട്ടി വേണമെന്ന്. ഒരുപക്ഷെ ആൺപിള്ളാരേക്കാൾ അവരാഗ്രഹിച്ചത് പെണ്ണിനെ തന്നെയായിരുന്നു. ശിവനുണ്ടായിക്കഴിഞ്ഞ് ചില പ്രശ്നങ്ങൾ കൊണ്ട് രണ്ടാമതൊരു കുഞ്ഞിനെ വഹിക്കാനുള്ള കഴിവ് ചന്ദ്രികയുടെ ഗർഭപാത്രത്തിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു കുഞ്ഞെന്നുള്ള ആഗ്രഹം രണ്ടുപേരുടെയും ഉള്ളിൽ കുഴിച്ചു മൂടേണ്ടി വന്നു. ശിവനെ അതുകൊണ്ടാണ് കുറച്ചുകൂടി സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ നോക്കുന്നത്. ശിവൻ തനിക്കിഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടും ശിവൻ്റെ അച്ഛൻ അതെല്ലാം ക്ഷമിച്ചതുപോലും ആ ഒരു കാരണം കൊണ്ടുകൂടിയാണ്. ഒന്നിൻ്റെ പേരിലും അവനെ കൂടി നഷ്ടപ്പെടുത്താൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെ ധനിയോട് ഇത്രയും സ്നേഹം വരാൻ കാരണവും ഈ ഒരു കാര്യം കൊണ്ട് കൂടിയായിരുന്നു. അവളായിരുന്നു അവർക്കുള്ള മകൾ. ഇപ്പോൾ ഭദ്രയും മകളായി കണ്ടു ചേർത്ത് നിർത്താൻ തുടങ്ങിയതോടെ വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ചതുപോലെയാണ് രണ്ടു പേർക്കും തോന്നിയത്. ഭദ്രയോട് കൂടുതൽ അടുക്കും തോറും അവർ അറിയുകയായിരുന്നു അവളെപ്പോലെ ഒരു മകൾ ഉണ്ടായിരുന്ന അവളുടെ അമ്മ എത്ര ഭാഗ്യവതിയാണെന്ന്. ശിവനിൽ നിന്ന് പോലും കിട്ടാതെ പോയ സ്നേഹവും പരിഗണനയും പലപ്പോഴും അവളിൽ നിന്നുണ്ട്. അവൾ വന്നതോടെ അവനെ കൂടിയാണ് തിരിച്ചു കിട്ടിയത്. വീട്ടിലേക്ക് പോലും വരാൻ മടിച്ചു നിന്നവൻ, അവൻ്റെ കാര്യങ്ങളുമായി ഫ്ലാറ്റിൽ തന്നെ ഒതുങ്ങിക്കൂടിയവൻ ഇന്ന് തങ്ങൾക്കൊപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ രണ്ടാൾക്കും ഉണ്ടാവുന്ന സന്തോഷം അളക്കാൻ പോലും കഴിയുന്നില്ല. ഇതിനെല്ലാം കാരണം ഭദ്ര മാത്രമാണ്. അവളുടെ വരവോടുകൂടിയാണ് ഇവിടെ പലതിനും മാറ്റം വന്നിരിക്കുന്നത്.
ധന്യയ്ക്ക് പോലും ഇതിനൊന്നും കഴിയില്ലായിരുന്നു. ശിവൻ ഒരിക്കലും അവളുമായുള്ള ജീവിതത്തിന് സമ്മതിക്കുകയുമില്ലായിരുന്നു. ശിവന് ചേർന്നത് ഭദ്ര തന്നെയാണ്. അവസാനം അവർക്കത് അംഗീകരിക്കേണ്ടി വന്നു. അല്ലെ, ഭദ്ര തന്നെ അവരുടെ എല്ലാം മനസ്സ് മാറ്റിയെടുത്തെന്ന് വേണം പറയാൻ. തുടരും.